വെൽക്കം ടു എൻലൈറ്റ്നസ്. എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ ടി. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ SSLC ക്ലാസ്സിലെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനാണ്. സോ എന്ത് ചെയ്യാം, അതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ എൻലൈറ്റ്നസ് എന്ന് പറയുന്ന ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. അത് ഞാൻ പറയട്ടെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മുന്നേ നമ്മൾ പഠിച്ച പാഠത്തോട് അഥവാ ഫിസിക്സിലെ 2nd ചാപ്റ്ററിനോട് വളരെ ഒരു രീതിയിലുള്ള ഒരു സാമ്യമായിട്ടുള്ള ഒരു സെയിം ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അഥവാ അതിൽ നിന്നും വരുന്ന കുറേ റൂൾസും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും കൂടെ വരുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം ജനറേറ്റർ. വാട്ട് ഈസ് മീൻ ബൈ എ ജനറേറ്റർ? ഈ ജനറേറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? അഥവാ നമുക്കറിയാം ദാറ്റ് എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അതെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു എനർജിയെ നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഒരു എനർജി ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റി അഥവാ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ ജനറേറ്ററിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നടക്കുന്ന മെക്കാനിക്കൽ എനർജിയെ എന്ത് ചെയ്യുന്നു, അത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ മെക്കാനിക്കൽ എനർജി എങ്ങനെ വരുന്നത്, നമ്മൾ കെറോസിൻ പോലുള്ള പെട്രോൾ പോലുള്ളത് ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കെമിക്കൽ എനർജിയാണത്. ആ കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു, ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ജനറേറ്ററിന്റെ ഉള്ളിൽ വരുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു എനർജിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്നത്. സോ ഇനി വരുന്നത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നെയിം തന്നെ അറിയാം. അപ്പൊ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസ്, ഇതിന്റെ തുടക്കം അഥവാ അടിത്തറ എന്ന് പറയുന്നതാണ്. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലാവരും ഒന്ന് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെന്റ് ബേസിൽ പറയാം. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സോളിനോയിഡ് എടുക്കുക. ഈ സോളിനോയിഡ് എടുത്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഗാൽവനോമീറ്ററും കൂടി എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ഈ ഗാൽവനോമീറ്റർ എന്നുണ്ടാവും? ഈ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു എത്ര ചെറിയൊരു കറണ്ട് ആണെങ്കിലും അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അഥവാ അതിന്റെ സ്ട്രെങ്ത്തും അതുപോലെ അത് ഏത് ഭാഗത്തേക്കാണ്, പോസിറ്റീവിലേക്കാണോ നെഗറ്റീവിലേക്കാണോ എന്നുള്ള ഡയറക്ഷനും അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുക. ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോളിനോയിഡ് കൺസിഡർ ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു ഗാൽവനോമീറ്ററും പാടെ എന്ത് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുക. സോ ഈ ടൈമിൽ എന്ത് ചെയ്യും, നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ജസ്റ്റ് ആ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ അത് കടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, അതിന്റെ നീഡിൽ മാറും. ഓക്കെ, അതുപോലെ ആ ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സോളിനോയിഡിന്റെ ഉള്ളിൽ നിന്ന് വലിക്കുന്ന പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ മറ്റൊരു നെഗറ്റീവിലേക്കാണെങ്കിൽ, നേരത്തെ പോസിറ്റീവിലേക്കാണെങ്കിൽ നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ഓക്കെ, സോ എന്ത് ചെയ്യും, ഇതിൽ നിന്നാണ് ഒരു മാഗ്നറ്റ് ഒരു സോളിനോയിഡിലൂടെ കടത്തി വിടുമ്പോൾ ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലായത്. സോ ഇവിടെ നിന്നാണ് എന്ത് ചെയ്ത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഉത്ഭവം തന്നെയെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ പറയാൻ കഴിയുന്നുള്ള. സോ എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വന്നിട്ടുള്ളതാണ്. സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, നമ്മൾക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് പോളുകളുള്ള ഒരു മാഗ്നറ്റ് ആണ്. ഇതിൽ നിന്ന് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് ചെയ്യും, ഫീൽഡ് ലൈൻസുകൾ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വയറ് എന്ത് ചെയ്യുന്നു, നമ്മൾ സോളിനോയിഡായിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഫീൽഡ് മാഗ്നറ്റിനെ എന്ത് ചെയ്യുന്നു, ഈ വയറുകൾ കട്ട് ചെയ്യുന്നു അല്ലെ. ഈ വയറുകൾ കട്ട് ചെയ്യുന്നു. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF അഥവാ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട്, ഒരു നേരിയ കറണ്ട്, ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ. സോ ഈ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ അതിനോട് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ, ദാറ്റ് ഈസ് whenever there is a change in the magnetic field linked with a coil and EMF is induced in the coil, this phenomena is known as electromagnetic induction. Okay, എന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മളൊരു കോയിലിലേക്ക് ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത്, അഥവാ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കോപ്പർ വയറിൽ എന്ത് ചെയ്യുന്നു,
ഒരു ചേഞ്ച് വരുന്നു, ആ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ചേഞ്ച് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിനോമിന, ഈ ഒരു കാര്യത്തെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. whenever a change in the magnetic flux linked with the coil and EMF is induced in the coil, thus this phenomena is known as electromagnetic induction. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഈ സോളിനോയിഡിന്റെ ടേൺസുകൾ കൂട്ടാണെന്ന് വെച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, അതിന് പകരം നമ്മൾ ആ സോളിനോയിഡിന്റെ തിക്നെസ് ആണ് നമ്മൾ കൂട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇൻഡ്യൂസ്ഡ് EMFൽ പല വ്യത്യാസങ്ങൾ വരും. അതൊക്കെ എക്സ്പെരിമെന്റ് ബേസിൽ എന്ത് ചെയ്യുക, നമുക്ക് ടെക്സ്റ്റുകൾ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ടെക്സ്റ്റ് പാടെ നിങ്ങൾക്ക് നോക്കാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഫിനോമിനയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്നത് നമ്മൾ ഇതിന്റെ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, സ്ട്രെച്ച് യുവർ തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചത് ഫാദർ മദർ ചൈൽഡ് അഥവാ ഫോഴ്സ്, അതുപോലെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റ് എന്നാണ്. പക്ഷെ ഇവിടെ ഫോഴ്സിന് പകരം എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എന്ന് വെച്ചാൽ ആ കണ്ടക്ടറിന്റെ മോഷൻ അഥവാ ഫോഴ്സ് കൊണ്ടാണ് ആ മോഷൻ ഉണ്ടാകുന്നത്. അത് തന്നെ സോ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, ആ കണ്ടക്ടറിന്റെ മോഷൻ മാത്രം അഥവാ ആ കണ്ടക്ടർ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് അറിയാനാണ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മറ്റേ രണ്ടും സെയിം തന്നെ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറന്റ്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ബാർ മാഗ്നറ്റ് എടുത്തിട്ട് നോർത്ത് സൗത്ത് പോളുകൾ ഫിഗറിൽ കാണിക്കുന്ന പോലെ കണക്ട് ചെയ്തതിന് ശേഷം അതിന്റെ സെൻട്രലിലൂടെ നമ്മളൊരു കോപ്പർ വയറോ അല്ലെങ്കിൽ ഒരു കറന്റ് കടന്നു പോകുന്ന ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിലൂടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു, എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഡയറക്ഷൻ കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ വരുന്നത് അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് 2 തരം കറന്റുകൾ, DC AC, ഡയറക്റ്റ് കറന്റ്, ആൾട്ടർനേറ്റിംഗ് കറന്റ്. DC എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബാറ്ററികൾ, ഫോണിന്റെ ബാറ്ററികൾ, ടോർച്ചിന്റെ ബാറ്ററികൾ, അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി സംബന്ധമായ കാര്യങ്ങളൊക്കെ എന്താണ്, DC കറന്റാണ്. നമുക്കൊരു DC കറന്റ് പോയിട്ട് നമ്മൾ കൂടുതൽ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കറണ്ട് അടിക്കുകയില്ല. പക്ഷേ AC കറന്റ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറന്റ്, നമ്മുടെ ലൈൻ കമ്പികളിലൂടെ വന്ന് നമ്മുടെ വീട്ടിലെത്തുന്ന എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ അപ്ലയൻസും കാര്യങ്ങൾ, ബൾബ്, ഫാന് കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ടാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ഡയറക്റ്റ് കറന്റ്? ഞാൻ 2 ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഡയറക്റ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരൊറ്റ രീതിയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിന് ഫ്ലോ ഉണ്ടാവുള്ളൂ. അതിന്റെ ഗ്രാഫിൽ തന്നെ അറിയാം, ജസ്റ്റ് അപ്പർ ഭാഗം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, DC കറന്റ് അഥവാ ഡയറക്റ്റ് കറന്റിന് എന്തുള്ളൂ, ഫ്ലോ ഉള്ളൂ എന്നാ. പക്ഷേ ആൾട്ടർനേറ്റിംഗ് കറന്റ്, AC കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫും കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ള. അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ഇങ്ങനെ മാക്സിമം മിനിമം ലെവല് 2 ഭാഗത്തും ആൾട്ടർനേറ്റ് പൊസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഡയറക്ഷനും കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഗ്രാഫ് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. സോ ഇവിടെ വരുന്ന അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ആൾട്ടർനേറ്റിംഗ് കറന്റുകൾക്ക് മാത്രമാണോ ഇതുപോലെ, അല്ലെങ്കിൽ ഡയറക്റ്റ് കറന്റിന് മാത്രമാണോ ഇതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ബാധകമാകുന്നത്? സോ അതിലേക്ക് കിടക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റർ വെക്കുന്നു, അതുപോലെ നമ്മൾ അതിലേക്ക് ബാറ്ററി, DC കറന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഗ്രാഫ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ഗാൽവനോമീറ്ററും പാടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന ടൈം എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ ഒന്ന് സൈഡിലേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ചെയ്യും. അതുപോലെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും, വേറെ ഡയറക്ഷനിലേക്ക് ചെയ്യും. അല്ലാത്ത ടൈമിൽ എന്ത് ചെയ്യില്ല, ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യില്ല, റീഡിങ് കാണിക്കില്ല. കാരണം എന്താണ്, ഇത് ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും, സ്വിച്ച് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പോകുന്ന സമയത്ത് അപ്പം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ്, അപ്പം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, 2 ഡയറക്ഷനിലേക്ക് ഗാൽവനോമീറ്ററിൽ റീഡിങ് കാണിക്കുന്നുള്ളൂ. പക്ഷേ AC കറന്റ് ആകുമ്പോൾ എന്താണ്, ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്, 2 രീതിയിലേക്കുള്ള ഫ്ലോ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അതിലെപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ഗാൽവനോമീറ്ററിൽ റീഡിങ് കാണിക്കുന്നുള്ളതാണ്. സോ അത് ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ എന്ത് ചെയ്യുക, അങ്ങനെയാണ് അതിൽ വരുന്നത്. സോ അതിൽ വരുന്നൊരു
ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. എ കറന്റ് ദാറ്റ് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ഈസ് എ ഡയറക്റ്റ് കറന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു. അതുപോലെ ഒരു രീതിയിൽ മാത്രം ഫ്ലോ ചെയ്യുന്നു, ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറന്റിനെ ഡി സി കറന്റ് എന്ന് വിളിക്കുന്നു. കറന്റ് ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. അതെ, ആൾട്ടർനേറ്റിംഗ് ടൈമുകളിൽ ഒരുപോലത്തെ സെയിം ആയിട്ടുള്ള ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഇതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഇരുന്ന് വരുന്ന രീതിയിലുള്ള കറന്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എ സി കറണ്ട് അഥവാ ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ എ സി കറന്റ് ഡി സി കറന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. സോ ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് മോട്ടറാണ് പഠിച്ചത്. ഞാനന്ന് പറഞ്ഞിരുന്നു ടർബൈൻ പോലുള്ള ജനറേറ്റർ പോലുള്ള സാധനങ്ങൾ. സോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് മോട്ടറിന്റെ അതേപോലെ തന്നെ സാമ്യമുള്ള ജനറേറ്റർ. നമ്മൾ ഇലക്ട്രിക് മോട്ടറിൽ എന്താണ് ചെയ്തത്, എക്സ്റ്റേണൽ ഫീൽഡ് അഥവാ പുറത്ത് നിന്ന് നമ്മൾ കറന്റ് കൊടുക്കുമ്പോഴാണ് മോട്ടർ കറങ്ങുന്നത്. ഈ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. നമ്മൾ വീട്ടിൽ മോട്ടർ യൂസ് ചെയ്ത് നമ്മൾ വെള്ളം പമ്പ് ചെയ്യണൊക്കെ എന്താ, പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കറന്റ് കൊടുക്കുന്നു. പക്ഷെ ഈ ജനറേറ്റർ എന്താ ചെയ്യുന്നത്, ഇത് കറങ്ങാൻ പറ്റുന്ന വല്ല. അപ്പോൾ ടർബൈൻ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡാമിൽ നിന്നും നല്ല ഫ്ലോയില് വാട്ടർ വന്നിട്ട് എന്ത് ചെയ്യും, ടർബൈൻ്റെ ഫാനിൽ തട്ടുമ്പോൾ ടർബൈൻ ഓട്ടോമാറ്റിക്കലി കറങ്ങും. അവിടെ നമ്മൾ എന്ത് ചെയ്തില്ല, എക്സ്റ്റേണൽ ഫീഡ് എന്താ കൊടുക്കുന്നത്, ഈ ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫ്ലോയിൽ നിന്നും വരുന്ന കറങ്ങുന്ന ഈ ടർബൈനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് തരുന്നത്. ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് കറക്കലായിരുന്നു. ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റർ പോലുള്ളത്. അതിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ നമ്മുടെ മോട്ടറിനോട് സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആർമേച്ചർ വരുന്നുണ്ട്, അതുപോലെ ഫീൽഡ് മാഗ്നറ്റുകൾ വരുന്നുണ്ട്, സ്ലിപ്പ് റിങ്സ്, ബ്രഷ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. സോ ഞാൻ ആവർത്തിക്കുന്നില്ല. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് മോട്ടറിലുള്ള അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് ഈ ജനറേറ്ററിലും വരുന്നത്. പക്ഷെ ഇതിലെന്തെന്ന് വെച്ചാൽ ഈ സ്ലിപ്പ് റിങ്സ് അതുപോലെ ഗ്രാഫൈറ്റ് ബ്രഷ് ഒക്കെ എന്തിനാണ്, ഈ ജനറേറ്ററിൽ ഇത് ജനറേറ്ററിന്റെ ഫാന് പോലുള്ള അഥവാ ആർമേച്ചർ കറങ്ങിയിട്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിനെ പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനാണ് എന്ത് ചെയ്യുന്നത് ഈ ഗ്രാഫൈറ്റ് ബ്രഷും സ്ലിപ്പ് റിങ്സും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക് മോട്ടറിൽ എന്തായിരുന്നു, ഈ സ്ലിപ്പ് റിങ്സിലൂടെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ആർമേച്ചറിലേക്ക് കറന്റ് കൊടുത്തിരുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ചെറുപ്പത്തിൽ തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ മിനി മോട്ടർ, ചെറിയ മോട്ടർ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ LED വെച്ചിട്ട് ജസ്റ്റ് അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകും. കാരണം എന്താണ്, അവിടെ കറങ്ങുന്ന ടൈം എന്ത് ചെയ്യുന്നു, അവിടെ കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വേറെ എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ വീട്ടിലെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന DC കാറുകളൊക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് ഓടുന്ന ടൈമിൽ അതിന്റെ ഫ്രണ്ടിൽ വല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കത്തുന്നുണ്ടാവും. അപ്പൊ നമ്മളടുത്ത് ബാറ്ററി ഇല്ലാത്തൊരു ടൈമിൽ നമ്മൾ വെറുതെ അത് ഉരുട്ടി നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ടയർ കറങ്ങുന്നതിനനുസരിച്ച് ലൈറ്റ് കത്തും. ഓക്കെ, അതെന്താണ്, നമ്മൾ ആ കറങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യും, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു ആ ആർമേച്ചറിലാണ് കൊടുക്കുന്നത്. അപ്പൊ ആർമേച്ചർ എന്ത് ചെയ്യും, ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്തിട്ട്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് കൊടുക്കും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത് ജനറേറ്റർ എന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ജനറേറ്റർ തരുന്നത് AC കറന്റ് ആണ് അല്ലെ. അപ്പൊ ഈ AC കറന്റ് ആകുമ്പോൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഗ്രാഫ് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഏതൊക്കെ ടൈമിലാണ്, ഇപ്പോൾ T എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ടൈം പീരീഡിലാണ് മാക്സിമം മിനിമം കറന്റ് നമുക്ക് കിട്ടുന്നത്, അത് കറക്റ്റ് ഗ്രാഫ് ജസ്റ്റ് നോക്കുക. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 0, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, ഒരു റൊട്ടേഷൻ അഥവാ ഒരു ആർമേച്ചറിന്റെ റൊട്ടേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു 4-5 ഡിഗ്രികളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രിയിൽ എന്തായിരിക്കും, 0 തന്നെയാണ്. 0 ഡിഗ്രിയിൽ എന്തായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്തായിരിക്കും, 0 തന്നെ. കാരണം എന്ത് ചെയ്യുന്നില്ല, അവിടെ ചേഞ്ച് ഇല്ല, ആർമേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നില്ല, കട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവല്. ഓക്കെ, 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവല്. അഥവാ നമ്മൾ ഈ 4 ഘട്ടത്തിൽ നമ്മൾ ടൈം പീരീഡിനെ 4 ഘട്ടമാക്കി തിരികുകയാണെങ്കിൽ T/4 ആണ് എന്ത് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷനെ നമ്മൾ T എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 4/1 ഭാഗം അഥവാ ഫസ്റ്റ് ക്വാഡ്രന്റ് അഥവാ 90 ഡിഗ്രി ആവുന്ന ടൈമിൽ എന്താണ്, ഈ T/4 ഈക്വൽ ടു എന്താണ്, മാക്സിമം ആണ്. ഏറ്റവും കൂടുതൽ വലിയ ആംപ്ലിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ കറന്റ് നിൽക്കുന്നത് എന്നുള്ള ഇൻഡ്യൂസ് ചെയ്ത കറന്റിന്റെ ലെവൽ എന്ന് പറയുന്നത്. എന്നാൽ അത് എന്ത് ചെയ്യുന്നു, പിന്നെ 180 ഡിഗ്രി ആകുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, സീറോയിലേക്ക് വരും. ആ ഫിഗർ വെച്ച് ജസ്റ്റ് നോക്കുക, ആർമേച്ചർ സ്ട്രെയിറ്റ് ആയിട്ട് വരും, അപ്പോൾ 0ലേക്ക് തന്നെ വരും. ഇനി അഥവാ അത് എന്ത് ചെയ്യും, അടിയിലേക്ക് തിരിയുമ്പോൾ, ആൾട്ടർനേറ്റീവ് കറന്റ് അടിയിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും 270 ഡിഗ്രിയിൽ എത്തിക്കും. 270 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ എന്താണ്,
താഴത്തോട്ട് ഗ്രാഫിന്റെ താഴത്തോട്ട് മാക്സിമം ലെവലാണ്. അപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് മാക്സിമം കറന്റ് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളതാണ്. പിന്നെ അത് 360 എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, സ്ട്രൈറ്റ് ആർമേച്ചർ സ്ട്രൈറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെയും സീറോ കറന്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഇനി ടൈം പീരീഡ് എന്ന് പറയുന്നത് ദ ടൈം ടേക്കൺ ബൈ ദ ആർമേച്ചർ കോയിൽ ഫോർ എ ഫുൾ റൊട്ടേഷൻ ഈസ് കാൾഡ് ദ പീരിയഡ്. ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെ 360 ഡിഗ്രി അഥവാ നമ്മളെ ഈ ഒരു ആർമേച്ചർ ഒരു വട്ടം കറങ്ങി എടുക്കുന്ന ടൈം, ഈ ഒരു വട്ടം കറങ്ങാൻ ഫുള്ളായിട്ട് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ ടി എന്നുകൊണ്ട് ടൈം പീരിയഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ജനറേറ്റർ എന്ന് പറയുന്ന കാര്യങ്ങളിൽ വരുന്നത്. പിന്നെ ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേറെ ആയിട്ട് പഠിക്കാനുള്ളത് മ്യൂച്വൽ ഇൻഡക്ഷന്, സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. അതെന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇടുന്നുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, പിന്നെ ട്രാൻസ്ഫോമറിന്റെ ഒരു ചെറിയ ഇക്വേഷനും കാര്യങ്ങളും, നമ്മൾ അതിൽ കറണ്ട് എങ്ങനെ സെക്കൻഡറി പ്രൈമറി കോയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ എന്ത് ചെയ്യുക, ഈ വീഡിയോ എല്ലാവരും ജസ്റ്റ് കാണുക, ഒരു ലൈക്ക് ചെയ്യുക, ഫുൾ ടൈം ഇരുന്ന് കാണുക. എന്ത് ചെയ്യുക, ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവരുണ്ടാവും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളെ എൻലൈറ്റ്നേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം സൈനിങ് ഔട്ട്. താങ്ക് യു.